അവിടെ നിൽക്കുന്ന അത്രയ്ക്ക് വെള്ളം കയറുമോ ഭഗവാന്? ആ നിൽക്കുന്ന അത്രയ്ക്ക് വെള്ളം കയറിയാണ്. അപ്പോൾ പകുതിയിലേറെ വെള്ളം താഴ്ന്നു പോയി എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിന് അരികിലാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ സമയത്തും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ മഴ സമയത്തൊക്കെ ഈ വഴി സഞ്ചരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഇത്തരത്തിൽ വെള്ളം കാണുകയാണെങ്കിൽ അടുത്തുള്ള ആളുകളുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഇറക്കുക. കാരണം നിങ്ങൾക്ക് അറിയില്ല, അതിപ്പോൾ നോർമൽ റോഡിൽ അത്യാവശ്യം താഴ്ചയിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടം വരെ ആ ഒരു ഫ്രണ്ടേജ് വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ കൂടെ അത് ഇതേപോലെ വരുന്ന വാഹനം വെച്ച് നടപ്പാതയിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കാറൊക്കെ ഇറക്കുകയാണെങ്കിൽ ചെറിയ വാഹനമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ വെള്ളം കയറും. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അടുത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം അത്തരം റോഡൊന്നും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റു വഴികൾ ആളുകൾ പറഞ്ഞു തരുന്നതനുസരിച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ വെള്ളം ഇറക്കുക, ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്ന സമയത്തൊന്നും വാഹനങ്ങളൊന്നും അധികം ഇറക്കാതെ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് നടുവിൽ പോയി ഓഫ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കുക. കാരണം കുറേ വണ്ടികളൊക്കെ അവിടെ ഇടയിലേക്കും പറ്റും ഓഫാണ് വെള്ളം കയറിയിട്ട്. ചിലപ്പോൾ ഇവിടുന്ന് ഓടി കരയിലേക്ക് എത്തിയതിന് ശേഷം അപ്പോൾ വാഹനങ്ങൾ ഇറക്കാതെ ശ്രദ്ധിക്കുക. മറ്റു വഴികൾ അപ്പുറത്തേക്കും തൊട്ടപ്പുറത്തേക്കായിട്ട് മറ്റു വഴികളുണ്ടാവും. ചോദിക്കുക. അറിയാത്തവർക്കാണെങ്കിൽ ഇവിടുന്ന് ഇതേ വരുമ്പോൾ ഗുരുവായൂരിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വഴി അപ്പോൾ കാറ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വഴി കൂടി പോയിട്ട് മമ്മിയൂർ സെൻറ്ററിലേക്ക് ജംഗ്ഷനിലേക്ക് കട്ട് ചെയ്യാൻ മറ്റു വഴികളുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ സമയത്തൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാം. കാരണം ശാഖലൊക്കെ വരുന്നവരാണെങ്കിൽ വഴിയിൽ പെടണ്ട എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അതേസമയം വണ്ടിയിൽ വെള്ളം കയറേണ്ട ബുദ്ധിമുട്ടുകളൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യം വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞാണ്. അതായത് അദ്ദേഹം മമ്മിയൂർ ശിവക്ഷേത്രത്തിൻ്റെ പടിയിലാണ് നിൽക്കുന്നത്, കവാടത്തിനാണ്. അപ്പോൾ അത്രത്തോളം വെള്ളം കയറുന്ന പറഞ്ഞാൽ അത്രത്തോളം വെള്ളം കയറാത്തൊരു വണ്ടിയിലേക്കും പകുതിയോളം വെള്ളം ഉണ്ടാവും. ഇപ്പോൾ വെള്ളം താഴ്ന്നു തന്നെ പറയട്ടെ. മഴ മാറി പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങും ഇവിടെ. പ്രത്യേകിച്ച് ഇതുപോലെ ഓട്ടോറിക്ഷയ്ക്കാണെന്ന് വെച്ചാൽ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയില്ല നമുക്ക് എത്രത്തോളം വെള്ളം ഉണ്ടെന്നറിയില്ല. വണ്ടിയിലേക്ക് വെള്ളം കയറി പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടാവും. ശ്രദ്ധിക്കുക. കനത്ത മഴ ഇനിയും എന്താ പറയുക, ഇപ്പം മഴ ഒന്ന് തോന്നുന്ന സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്.